തന്ത്രപരമായ നീക്കവുമായാണ് ഇറാൻ നിൽക്കുന്നത്. ഇറാനെ ആക്രമിക്കും മുൻപ് അമേരിക്ക ആക്രമിക്കപ്പെടുമെന്നാണ് പറയുന്നതും. അമേരിക്കൻ ചരിത്രത്തിലെ കോമാളിയായ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപിനെ ചരിത്രം വിലയിരുത്താൻ പോകുന്നത്. വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരതയില്ലാത്ത ട്രംപ് ഇപ്പോൾ റഷ്യയുമായും പിണങ്ങിയിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന പുടിൻ ട്രംപ് ഫോൺ കോളിൽ 1 മണിക്കൂർ നേരം കാത്തിരിക്കേണ്ടി വന്നത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. ഈ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞതിനുമപ്പുറം പുടിൻ തീരുമാനിച്ചതാണ് നടപ്പായിരുന്നത്. അതാകട്ടെ റഷ്യയുടെ സ്ട്രാറ്റജിയാണെന്നും പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൗസിൽ നിന്നും ഇറക്കിവിട്ട വീര്യമൊന്നും പുടിന്റെ അടുത്ത് ചെലവായിരുന്നില്ല. അതുകൊണ്ടാണ് 1 മണിക്കൂർ പുടിന്റെ കോളിനായി ട്രംപ് കാത്തു നിൽക്കേണ്ടി വരുന്നത്. ഇറാനുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സഹകരണവും ആണവ ശക്തിയാകാനുള്ള ഇറാന്റെ ശ്രമത്തിന് റഷ്യ നൽകുന്ന പിന്തുണയും അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയും പുടിൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇറാനുമായി മാത്രമല്ല മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തി പോകാനാണ് പുടിൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ റഷ്യ ഇറാൻ ബന്ധം തകർക്കാതെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുകയില്ല. റഷ്യയിൽ നിന്നും ഇതിനകം തന്നെ ഏതൊക്കെ ആയുധങ്ങൾ ഇറാൻ കൈവശപ്പെടുത്തി എന്നതുപോലും അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ചാരക്കണ്ണുകൾക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇതിനൊക്കെ ഇടയിലാണിപ്പോൾ ഇറാൻ ആണവ ശക്തിയാകുന്നതിന്റെ അരികിലെത്തി നിൽക്കുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചങ്കിടിപ്പിക്കുന്നതും ഈ കാര്യത്തിലാണ്. CIA-യിൽ നിന്നും ഈ വിവരം ലഭിച്ചതോടെയാണ് ട്രംപ് ഇപ്പോൾ എടുത്ത് ചാടിയിരിക്കുന്നത്. ആണവ പദ്ധതി വിഷയത്തിൽ ഒത്തുതീർപ്പായില്ലെങ്കിൽ ഇറാനിൽ ബോംബ് നടത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഭീഷണി പുറത്തു വരും മുൻപ് തന്നെ തിരിച്ചടിക്കാനുള്ള സകല സജ്ജീകരണങ്ങളും ഇറാനും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇറാനിൽ 1 ബോംബ് വീണാൽ 1000 ബോംബുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ വീഴ്ത്തുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇതിനായി ഇറാൻ വൻതോതിൽ മിസൈൽ ശേഖരണം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലാണ് ഈ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ദി ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭൂഗർഭ അറകളിലെ എല്ലാ ലോഞ്ചറുകളും ഇതിനകം ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറാൻ ഒബ്സർവർ മിസൈൽ ശേഖരം സംബന്ധിച്ച വീഡിയോയും ഇതിനകം തന്നെ പുറത്തുവിട്ടതാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളവും ആക്രമിക്കപ്പെടും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഡീഗോ ഗാർസിയ. ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന ദ്വീപിൽ നിലവിൽ ബ്രിട്ടനും ഒരു സൈനിക താവളം നിലനിർത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഭരണകൂടം അടുത്തിടെയായി ദീർഘദൂര ബോംബർ വിമാനങ്ങളെ ഈ സൈനിക താവളത്തിലേക്ക് വിന്യസിച്ചിട്ടുമുണ്ട്. മേഖലയിലെ ഏതെങ്കിലും താവളത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ബ്രിട്ടീഷ് അമേരിക്കൻ സേനകളെ ലക്ഷ്യമിടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല. അമേരിക്കയുടെ ഏതെങ്കിലും ശത്രുതാപരമായ നടപടിക്ക് മറുപടിയായി ഡീഗോ ഗാർസിയ താവളത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരം ആക്രമണങ്ങളിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളായി ഗോറാം ഷഹർ മിസൈലിന്റെയും ഷാഹിദ് ഡ്രോണുകളുടെയും പുതിയ പതിപ്പുകൾ ഇറാൻ രംഗത്തിറക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ പുതിയ മുന്നറിയിപ്പിലുള്ളത്. ഇതോടൊപ്പം മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാകും. ഹൂതികളുടെ ആക്രമണം പ്രതിരോധിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇറാൻ പൂർണ്ണ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടാൽ തടയുക പ്രയാസം തന്നെയാണ്. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് അധികാരമേറ്റെടുത്തപ്പോൾ മുതൽ ട്രംപ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വിവിധ പ്രതിരോധ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ഇറാൻ വിച്ഛേദിക്കുകയും മിസൈൽ, ഡ്രോണുകൾ എന്നിവയുടെ ശേഷി പരിമിതപ്പെടുത്തുകയും ചെയ്യണമെന്നും ട്രംപ് പറയുകയുണ്ടായി. NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയുമായി ഒത്തുതീർപ്പിലായില്ലെങ്കിൽ ഇറാന് മറുപടി ബോംബിംഗ് ആയിരിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നത്. അവർ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും അത്. ഇറാൻ കരാറിൽ എത്തിയില്ലെങ്കിൽ 4 വർഷം മുൻപ് ഞാൻ ചെയ്തതുപോലെ ഞാൻ അവരുടെ മേൽ ഇരട്ട ചുങ്കം ചുമത്താൻ സാധ്യതയുണ്ടെന്നും ട്രംപ് പറയുകയുണ്ടായി. ഇതൊക്കെ പറയാൻ ട്രംപും അമേരിക്കയും ആരാണ് എന്നാണ് ഇറാൻ സൈന്യം ചോദിക്കുന്നത്. ആക്രമിച്ച ചരിത്രമില്ലാതെ തിരിച്ചടികളുടെ ചരിത്രം സമീപകാലങ്ങളിൽ ഉണ്ടാകാത്തതാണ് അമേരിക്കയുടെ അഹന്തയ്ക്ക് കാരണമെന്നും ലോക പോലീസിന്റെ ഈ ധാർഷ്ട്യം തങ്ങൾ തീർത്തു തരാമെന്നുമാണ് ഇറാൻ സൈന്യം വെല്ലുവിളിക്കുന്നത്. ഇറാന്റെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ അവരുടെ ഇതുവരെ ലോകം കാണാത്ത ആയുധമാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും സംശയം പ്രകടിപ്പിക്കുന്നത്.